CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് CPM വരുത്തുന്ന പറ്റുന്നു നമ്മൾ നോക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺക്ലേവുകളിൽ ഇവിടെ തിരുവനന്തപുരത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലമാണ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എപ്പോഴും പാർവതി പുത്തനാർ ആമേഴഞ്ഞാൻ തുടർന്ന് നമ്മൾ പറയും. ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ, ഡ്രെയിനേജ് വാട്ടറൊക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങൾ ഒരു കാര്യം പിഴയുടെ കാര്യവും പറഞ്ഞു. അതായത് തിരുവനന്തപുരത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് പ്രോഫിറ്റ് സ്വരൂപിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ പലർക്കും CSR ഫണ്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കാം. അതിൽ നിന്നും കുറച്ച് ഭാഗം തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും കൂടെ ഷെയർ ചെയ്യണം. ഒരു ചെറിയ ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ, കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സ് ഫ്രീ ഏരിയ ഒക്കെ ഉണ്ട്. പല സ്ഥലത്തും ഞങ്ങൾക്ക് നികുതി കിട്ടാത്ത ഏരിയകളുണ്ട്. അവിടെയും കോർപ്പറേഷൻ്റെ സർവീസ് എല്ലാം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു സഹായമുണ്ടായാൽ നമ്മുടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതും കൂടെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് 15C പറഞ്ഞു. എന്തെങ്കിലും ഉണ്ട്. കോർപ്പറേഷൻ്റെ കോൺക്ലേവുകൾ ഉണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ BJP ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, അത് അന്ന് PM-ന്റെ കൊടുത്തപ്പോൾ അത് ഏറ്റുവാങ്ങി ഫോട്ടോയൊക്കെ വന്നതാണ്. അതുകൊണ്ടാണ് കോൺക്ലേവ് ഉണ്ട്. അത് അന്ന് തന്നെ പറയാം. ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേഷൻ തന്നെ കോൺക്ലേവ് നടത്തുന്നുണ്ട്. അതായത് ഏറ്റവും വിദഗ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം മനസ്സിലാവാനായിട്ട്. അതായത് നമ്മുടെ ഇപ്പോൾ എപ്പോഴും പാർവതി പുത്തനാർ ആമേഴഞ്ഞാൻ തുടർന്ന് നമ്മൾ പറയും. ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ, ഡ്രെയിനേജ് വാട്ടറൊക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആരും അഡ്മിറ്റ് ചെയ്യില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നും തോട്ടിലോട്ടാണ് തുറന്നു വിടുന്ന, ആരും അഡ്മിറ്റ് ചെയ്യില്ല. ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷൻ്റെ കയ്യിലോ ഒരു ഏജൻസിയിലും മെക്കാനിസം ഇല്ല. പക്ഷേ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത എക്സാമ്പിളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട് ചർച്ച നടത്തിയിരുന്നു. മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഫെബ്രുവരി 7 അല്ലെങ്കിൽ 8 തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ചില സ്ഥലങ്ങൾ PowerPoint പ്രസന്റേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ പറഞ്ഞിട്ട് ഒരു കോൺക്ലേവിലൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരൊന്ന് പറയട്ടെ, ഹൗ ടു ഐഡൻറ്റിഫൈ ദിസ്. നമുക്ക് നമ്മുടെ ഇപ്പോൾ ജലാശയങ്ങൾ, ആറുകൾ, നദികൾ ശുദ്ധീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെയും തലേ ദിവസത്തെ പോലെ വേസ്റ്റ് വാട്ടർ അവിടെ തുറന്നു വിടുകയാണെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കോൺക്ലേവുകളിൽ ഇവിടെ തിരുവനന്തപുരത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലമാണ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരവരുടെ വ്യൂ പോയിന്റ് പറയട്ടെ. അതിന് വേണ്ടി ഒരു കോൺക്ലേവ് നമ്മൾ 4-5 സബ്ജക്റ്റുകളിൽ കണക്ട് ചെയ്ത് സംഘടിപ്പിച്ചതിന് ശേഷം അതിനെ വേണം PMOയിൽ കൊടുക്കുകയും ഓരോ മിനിസ്ട്രിയിൽ കൊടുക്കുകയും ചെയ്യുന്നത്. ഒരു 5 വർഷത്തെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനാണ്. ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം 15 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് PM-ന് സമർപ്പിച്ചത്. അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചർച്ചയ്ക്കായി വയ്ക്കുകയാണ്. ഇതിൽ ഞാൻ പറയാം, ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ, ഏറെക്കുറെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പിന്തുണയോടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ്. അത് BJPയുടെ പ്ലാൻ പറയുകയാണ്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് BJPയുടെ പ്ലാൻ പറയുകയാണ്. ഇതിൽ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും. മറ്റുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കും. BJPയുടെ ഒരു പ്ലാനാണ് സംസ്ഥാന അധ്യക്ഷൻ കൂട്ടുന്നത്. അതിൽ പ്രയോറിറ്റി സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റും കുടിവെള്ളം, സ്ട്രേ ഡോഗ്സ് ആണല്ലോ. അതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കും. എല്ലാം ഏറെക്കുറെ എല്ലാം ഒന്ന് അല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പക്ഷേ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതായതുകൊണ്ട് അതിൽ തന്നെ അഡ്രസ്സ് മുമ്പോട്ട് പോകും. ടൈം ഫ്രെയിം കുറച്ചുകൂടെ ചർച്ചകൾ നടക്കാനുണ്ട്. ഇപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇത്ര നായ്ക്കളെ പിടിച്ചകത്തിടാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര ദിവസം കൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ബഡ്ജറ്റ് ഇന്ന ഡേറ്റിന് മുമ്പ് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയാം.
അത് സാധിക്കും. അല്ലാതെ നമ്മളൊരു പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അത് ഇത്രത്തോളം കോംപ്ലിക്കേഷനുള്ള മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത്ര ദിവസത്തിനകം തീർക്കാൻ സാധിക്കും. ഞങ്ങൾ പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ജനുവരി 30 മുൻപ് തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലാക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ വളരെ കുറച്ചായിരിക്കും നമ്മൾ, പക്ഷേ വളരെ പക്കയായിട്ടുള്ള അതിനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് അതിൻ്റെ പൂർണ്ണമായിട്ട് പറയാൻ കണക്കിനായിട്ടില്ല. അതായത് നമുക്ക് ഒരു 4-5 കോൺക്ലേവ് കൊണ്ട് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യണം, എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്ത് ഏതൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടക്കും. സാറ്റലൈറ്റ് മാപ്പിംഗിൽ ഇതെല്ലാം വരും. ആരൊക്കെയാണ് എവിടെയാണ് വെള്ളത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്, ആരൊക്കെയാവാൻ നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വന്നിട്ട് ചില ആൾക്കാരോട് ഞങ്ങൾ തുറന്നിട്ടില്ല, ഞങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് പറയും. പക്ഷേ അവരുടെ പൈപ്പ് ഈ ശാസ്ത്രീയ നിരീക്ഷണം വഴി അവരുടെ പൈപ്പ് ഏത് ആറ്റിലേക്കാണ് പോയിരിക്കുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയുള്ള വിവരങ്ങളുണ്ട്. ചില സമയത്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. നോക്കാം, എന്താ ചെയ്യാൻ പറ്റും നോക്കാം. ഈ വിഷയം ശ്രദ്ധയിലുണ്ട്. ഇതിൻ്റെ അതെ പ്രാഥമിക ചർച്ചകൾ നടന്നു വരികയാണ്. ചർച്ചകൾ ഞങ്ങളുടെ ഒരു സർക്കിളിൽ ഒരു ചർച്ചകൾ നടന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫൈനലായിട്ടില്ല. നഗരസഭ ശ്രീ വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇന്നലെ 1 മാസം തികഞ്ഞിരിക്കും. ഈ 1 മാസം കൊണ്ട് ഒരു മാജിക്ക് ഒന്നും നടത്താൻ കഴിയില്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന് തൃപ്തികരമാകുന്ന തരത്തിൽ മേയറുടെ പ്രവർത്തനവും ഡെപ്യൂട്ടി മേയറുടെ പ്രവർത്തനവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഒട്ടനവധി കാര്യങ്ങൾ നടത്താനുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ശക്തമായി തന്നെ കൊടുത്ത് മുമ്പോട്ട് പോകും. ചില വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് പോലെ ഇന്നലെയൊക്കെ എന്നെ ചില ചാനലിൽ നിന്ന് പലരും വിളിച്ചിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ആരും പ്രതീക്ഷിക്കേണ്ട. നാടിൻ്റെ വികസനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുള്ളത്, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല നിങ്ങൾ ഒരു കാര്യം, പിഴയുടെ കാര്യവും പറഞ്ഞ് ഫ്ലക്സിൻ്റെ കാര്യവും പറഞ്ഞ് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അതിനാണ് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ടൊരു മാധ്യമ സുഹൃത്ത് ഇന്നലെ ഫോണിൽ ബൈറ്റ് വേണമെന്നോ, രണ്ടും രണ്ടായിട്ട് പോകുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും പോകില്ല. ഭരണത്തിൻ്റെ രീതിയിൽ തന്നെ പോകും. അതിൽ BJPയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ നയത്തിന് വ്യതിയാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജേഷിൻ്റെ നേതൃത്വത്തിൽ നല്ല തന്നെ പോകുന്നത്. ഈ പിഴയുടെ കാര്യം എനിക്കറിയില്ല. പിഴ അടയ്ക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. സ്വാഭാവികമാണ്, കാരണം അത് ഏത് പാർട്ടിയാണെങ്കിലും പിഴ നോട്ടീസ് കൊടുക്കും. BJP കൊടുത്തു, അതിന് പറയാം. അത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് മാറ്റി മേയർ എന്നെ വിളിച്ചു. ഞാനും അത് വിളിച്ച് പറഞ്ഞ് ആ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം. അതനുസരിച്ച് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ നിമിഷം മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇതിനെക്കാളും റോഡ് മൊത്തം കെട്ടിയടച്ച് പൊതുയോഗങ്ങൾ നടന്നിട്ടും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. അതൊന്നും BJP ചെയ്തിട്ടില്ല, അത്ര കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത് കൂട്ടു നിൽക്കുകയില്ല. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, താങ്കൾക്കൊരു പെറ്റി ഒന്നും ചോദിച്ചട്ടെ, വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കൊണ്ട് അടയ്ക്കൂ? നിയമപരമായിട്ട് സിമ്പിളാണ്. നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആദ്യം ചിന്തിക്കില്ലേ? അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കണം പാർട്ടിക്ക്.
ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും ഫ്ലക്സ് കമ്പനിക്കാരോട് വയ്ക്കാൻ പറയാറുണ്ട്. അവർ BJP ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച എല്ലാ ബോർഡുകളും നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് വെച്ചത്. ചില ബോർഡ് പ്രിന്റ് ചെയ്ത് രാത്രി വെളുപ്പാനൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്കും ചില സ്ഥലത്ത് ജില്ലാ പ്രസിഡന്റ് തലേദിവസം രാത്രി വേറ്റായിട്ട് കിടന്നത് ഈ വിവരം അറിഞ്ഞ അപ്പോൾ തന്നെ അവൈലബിൾ പ്രവർത്തകരെ വിളിച്ച് പരമാവധി മാറ്റി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു, ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, ഹൈക്കോടതിയിലെ കേസിൻ്റെ വിവരം സംസാരിച്ചു. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അവർ ഭരണപരമായ നടപടി സ്വീകരിച്ചു. നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് CPM പരിധിയെ പറ്റുന്നു നിങ്ങൾ നോക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും, ഭരണപരമായ കാര്യങ്ങൾ നടക്കും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് പാർട്ടി നേതൃത്വം ആലോചിക്കും. ഓക്കെ.